അത്രേ ഉള്ളൂടാ. പിന്നെ അല്ല, ഇതിനപ്പുറത്തുള്ള സ്ഥലം വരെ നമ്മൾ കയറിയിട്ടുണ്ട്. ഓ, തട്ടാതെ വന്നാൽ മതിയായിരുന്നു. ഓടോ, റൈറ്റ് സൈഡ് നോക്കിയേ നിങ്ങള്. ചെറിയ ഗ്യാപ്പിൽ കൂടെ ആട്ടോ നമ്മൾ വണ്ടി കയറ്റുന്നത്. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു സ്റ്റുവേർഡ് ഗെയിമിംഗ് ഗൈസ്. അപ്പൊ കുറെ ദിവസം നമ്മൾ എടുക്കാതിരുന്ന നമ്മളെ സ്വന്തം വണ്ടിയാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ സ്വന്തം KSRTC ആണ്. ഇത് നമ്മൾ കുറെ ദിവസമായിട്ട് എടുക്കാതിരുന്ന വണ്ടിയാണ് ഗൈസ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ വണ്ടിയുടെ ടെസ്റ്റ് മുടങ്ങി കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കി വണ്ടി പുത്തൻ പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കൊണ്ടിട്ടേക്കുവാണ്. അപ്പുറത്തേക്കുന്ന ചേട്ടന്മാർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി കഴിവിട്ടാൻ പറഞ്ഞു. അവർ വണ്ടി നല്ല പുത്തൻ പുതിയതുപോലെ കഴിവിട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മളെ വണ്ടിയിൽ ചെയ്യാനായിട്ട് വേറെ ഒരു പണിയും ബാക്കിയില്ല. നമ്മൾ എല്ലാ പണിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെല്ലേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഉള്ളിലോട്ടാണ്. പോരാത്തതിന് ചെറിയ ഇടുക്ക് റോഡാണ്. 1-2 വണ്ടിയൊക്കെ കഷ്ടിച്ച് പോകത്തുള്ളൂ. അതുവഴിയാണ് നമ്മുടെ KSRTC കൊണ്ടുവേണ്ടത്. നമ്മളൊരു പ്രോ ഡ്രൈവറാണ്, നമുക്കതൊന്നും വിഷയമില്ല. നമ്മൾ എത്ര ട്രാഫിക് വന്നാലും നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ തന്നെ വണ്ടി കൊണ്ടുപോകും. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കൊടുക്കാനായിട്ട് കുറച്ച് KSRTCയുടെ കൊറിയറും കാര്യങ്ങളൊക്കെ എടുത്ത് മണ്ടയിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്നാലും നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഞാൻ ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്, കണ്ടല്ല ഗൈസ്. നമുക്ക് ആദ്യം വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഞാൻ വണ്ടി ഓണാക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ഒന്ന് റെവ് ചെയ്ത് നോക്കാം അല്ലേ നമുക്ക്. ഓ ഗൈസ്, ഏതാ. അപ്പൊ എഞ്ചിൻ പണിയൊക്കെ നമ്മൾ പക്കയായിട്ട് ചെയ്തോണ്ട് വണ്ടിക്ക് അത്യാവശ്യം നല്ല അടിപൊളി സൗണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ബാക്കിലോട്ട് ഇറക്കാം. അപ്പോൾ നമുക്ക് ആ ചേട്ടന്മാരെ മുട്ടിക്കാണ്ട് പതിയെ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് ഇറക്കാം കേട്ടോ. ഓഹ് ഗൈസ്, ചെറിയൊരു ഹമ്പ് അവിടെ ഉണ്ടായിരുന്നല്ലേ. ലെറ്റ്സ് ഗോ. പതിയെ നമുക്ക് വണ്ടി ബാക്ക് എടുക്കാം. ക്ലച്ച് അഡ്ജസ്റ്റ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കിനി ഫ്രണ്ടിലോട്ട് പോവാം. പിന്നെ അല്ല, ബ്രേക്കൊക്കെ പക്കയാട്ടോ. ബ്രേക്കൊക്കെ നമ്മൾ കാല് പതിയെ വെക്കണതും സഡൻ ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ബ്രേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ജോലിക്ക് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഈ കിടിലം ബസ് സ്റ്റാൻഡ് ആട്ടോ. നമ്മളിപ്പോൾ പഴനിക്ക് അടുത്തുള്ള ഏതൊരു ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് കേരളത്തിലോട്ടാണ് ഗൈസ് ഓടിച്ചു പോയുള്ളത്. നമ്മൾ പഴനിയിൽ കൊണ്ടുവന്നിട്ടാണ് വണ്ടി ഫുള്ള് വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറേ വണ്ടികളുണ്ട് കേട്ടോ ഈ ബസ് സ്റ്റാൻഡിൽ. എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ മീഡിയക്കാരെയും കണ്ടു. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേരള ബസ് ഇതുവഴി പോകുന്നവന്മാർ കാണുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കണം. ഇച്ചിരി പ്രശ്നമാണ്, വണ്ടി തട്ടാണ്ട് എടുക്കണം ഗൈസ്. ഇന്ന് ടെസ്റ്റിനുള്ള വണ്ടിയാണ്. തട്ടിക്കഴിഞ്ഞാൽ പണി വാളും. എൻ്റെ അളിയ. കയറി വായോ. അത്രേ ഉള്ളൂ. പിന്നെ അല്ല, ഒന്നും പറ്റാണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. അതൊക്കെ അത്രേ ഉള്ളൂ. അത്രയും ഒടിഞ്ഞു പോകത്തില്ലടേ. ഫുള്ള് നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്. വരും. നല്ല ഒടിവുള്ള വണ്ടി കേട്ടോ. ചെറുതായിട്ട് പുല്ലിൽ ഒക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. ചേട്ടാ മാറിക്ക്. ഓ, പുള്ളിക്കാരൻ ഇപ്പൊ പടാനെ. പുള്ളിക്കാരൻ്റെ ക്യാമറ തട്ടി കേട്ടാ. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് വിടാം. ഇവിടെ അത്ര ശരിയല്ല. ഏത് സമയത്തും നമുക്ക് അടി പ്രതീക്ഷിക്കാം. അങ്ങനത്തെ സ്ഥലം കേട്ടോ. ഓക്കെ, പോട്ടെ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ നമുക്ക് വിടാം ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ പഴനി ബസ് സ്റ്റാൻഡ് വിടുവാണ്. ഓക്കെ ഗൈസ്, ഇപ്പൊ റൈറ്റ് സൈഡ് ട്രാഫിക് ഒന്നുമില്ല. നമുക്ക് നൈസായിട്ട് എടുത്തു പോവാം. പുള്ളിക്കാരൻ അവർ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നൈസായിട്ട്. ലെറ്റ്സ് ഗോ. വണ്ടി നൈസായിട്ട് ഒടിഞ്ഞ് കയറിയിട്ടുണ്ട്. പിന്നെ അല്ല ഗൈസ്, ഇനി നമുക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. അത്യാവശ്യം കുറേ ദൂരം പോകാനുണ്ട്. നല്ല ട്രാഫിക്കുള്ള റൂട്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളൂ. ലെറ്റ്സ് ഗോ. ഗിയറൊക്കെ പക്കയായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. നമ്മളെ KSRTCയിൽ നമ്മൾ ഗിയർ ഇടുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, ചെറിയൊരു സൗണ്ട് വരുമല്ലോ. ആ സൗണ്ടൊക്കെ ഇതിനുണ്ട് കേട്ടാ. ഗിയർ മാറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും. ഓക്കെ, ബസ് സ്റ്റോപ്പിലൊക്കെ ആള് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വണ്ടിയിൽ ആളെടുക്കാൻ പറ്റത്തില്ല. ടെസ്റ്റിന് പോകുന്ന വണ്ടിയായതുകൊണ്ട് നമുക്ക് ആളൊന്നും എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. നോക്കാം. ഇവിടെ നിന്ന് ലെഫ്റ്റ് എങ്ങാണ്ടാണ് ആ സ്ഥലം. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ പ്രശ്നമുണ്ട്. കാരണം റോഡൊക്കെ ഭയങ്കര ചെറുതാ. അത്യാവശ്യം കുറച്ച് സ്പീഡിൽ നമുക്കിപ്പോൾ പോവാം. ഇവിടെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പോകുന്ന റൂട്ടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടുക്ക് റോഡാണ്. അതുപോലെ വേറെ വണ്ടികൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കേട്ടാ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ നാരോ റോഡാണ്, ഭയങ്കര നാരോ റോഡാണ്.
നോക്കാം. അപ്പം അവിടെ എത്തിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആ റോഡിലൊക്കെ. നമ്മൾ ചെറിയ കാറൊക്കെ ഓടിക്കെങ്കിൽ നമ്മൾ KSRTC ഒന്നും ഇതുവരെ ഓടിച്ചിട്ടില്ല. നമുക്ക് പുറത്തുള്ള വ്യൂ ഒന്ന് നോക്കാം കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ലാത്ത ലുക്ക് കേട്ടാ. ഈ മുകളിൽ സാധനങ്ങളിലൂടെ വന്നപ്പോൾ കറക്റ്റ് നമ്മുടെ ഒരു ഓർഡിനറി ബസ്സിന്റെ ലുക്ക് വന്നു കേട്ടാ. കുറേ ഷോർട്ട് കട്ട് റൂട്ട്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അതുപോലത്തെ ഒരു ഷോർട്ട് റൂട്ടിൽ കൂടെയാണ് കൈ കയറേണ്ടത്. ഇതുപോലത്തെ വലിയ വണ്ടി ഒന്ന് ഓപ്പോസിറ്റ് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതാണ് ആകപ്പാടെയുള്ള പ്രശ്നം. വലിയ വലിയ വണ്ടികൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ മൊത്തം റിവേഴ്സ് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ട്രാഫിക് ഉണ്ടാകാതെ നമുക്ക് പോകണം മാക്സിമം. നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റും കേട്ടാ. എനിക്ക് ഒറ്റ വേരിലൊക്കെ വെച്ച് ഓടിക്കാൻ പറ്റുന്നുണ്ട്. KSRTC പവർ സ്റ്റിയറിംഗ് ആണെന്നാണ് തോന്നുന്നത് സംഭവം. ഗൈസ് ഓവർടേക്ക് നടക്കത്തില്ല. ലെഫ്റ്റ് സൈഡിൽ കൂടെ എവരെങ്കിലും കയറിയ പ്രശ്നം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുഴിയൊക്കെ ഉണ്ട്. ഇത് കേരള റോഡിലാണോ ഞാൻ കയറിയേ? തമിഴ്നാടാണെന്നാ പറഞ്ഞേ. ഗൈസ് ഇവിടെ നിന്ന് എങ്ങോട്ടാ വഴിയെന്ന് അറിയത്തില്ല. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഗൂഗിൾ മാപ്പ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മള് അങ്ങ് ഇറങ്ങി. എനിക്ക് വലത്തോട്ട് പോയിട്ട് ഇടത്തോട്ട് പോകണമെന്ന് മാത്രമേ പുള്ളിക്കാരൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ആരാ? നമ്മുടെ ഓഫീസർ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന റൂട്ടൊക്കെ നമുക്ക് നോക്കി വേണം പോവാൻ. ഗൈസ് നമ്മള് ഏതാണ്ട് എത്തിയെന്നാ തോന്നണം കേട്ടോ. ഗൈസ് ഈ റോഡ് ഇതുവരെ ഉള്ളൂ. ഇവിടെ അടച്ചു വെച്ചേക്കുക. നമുക്ക് റിവേഴ്സ് എടുത്ത് പോകേണ്ടി വരും കേട്ടോ മിക്കവാറും. ഇതുവരെ ഉള്ളൂ. ഓക്കെ, ഇവിടെ റിവേഴ്സ് എടുക്കാൻ പറ്റിയ സ്ഥലമില്ല. നമ്മൾ പെട്ട് കേട്ടാ. ബാക്കിൽ ആ കാറുകാരൻ കൊണ്ടുവന്ന് കുത്തുക, അതാ പ്രശ്നം. നമുക്ക് ഈ ലൈൻ പിടിച്ചിട്ട് നമുക്ക് റിവേഴ്സ് എടുത്ത് പോവാം. ഓളിയ ഇതുവരെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഓക്കെ, നമുക്കിനി റിവേഴ്സ് പോകാട്ടോ ഗൈസ്. നമുക്ക് ഏതെങ്കിലും നല്ലൊരു സ്ഥലം കാണുവാണെങ്കിൽ നമുക്ക് വണ്ടി തിരിച്ചെടുക്കുക. ഇവിടെ നിന്ന് എന്തായാലും നമ്മുടെ വണ്ടി നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല. അതാ ഇവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്. പമ്പല്ലേ ഇത്? ആൽഫ മാർട്ട് എന്ന് പറയുന്നൊരു കടയാട്ടോ ഗൈസ്. അവിടെ കയറ്റിയാണ് നമ്മളെ KSRTC നമ്മൾ വളയ്ക്കുന്നത്. ബാക്ക് മുട്ടത്തില്ലല്ലോ ഗൈസ്. ഈ വണ്ടിയുടെ ഷട്ടർ എല്ലാം പൂട്ടിയിട്ടേക്കോട്ടോ ആൾക്കാര്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടക്ടറും ഇല്ല. നമ്മൾ ഒറ്റയ്ക്കാണ് ഈ വണ്ടി എടുക്കുന്നത്, അതാ പ്രശ്നം. ഓക്കെ, നോക്കട്ടെ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേറെ വണ്ടി ഉണ്ടോ? ഇല്ല, നമ്മൾ സേഫാണ് ഗൈസ്. പോവാം. വേറെ വണ്ടിയൊന്നും കാണുന്നില്ല. തൽക്കാലം ഓക്കെയാണ്. ഇതിന്റെ ഷട്ടർ അടഞ്ഞ് കിടക്കണോണ്ടേ നമുക്ക് ഓടോ. എടാ എന്തുമാത്രം വണ്ടിയാന്ന് നോക്കിയേ ഗൈസ്. ഇവിടത്തെ റൈറ്റ് ആണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ ഇവിടത്തെ പ്രശ്നം എന്ന് വെച്ചാല് ഒമ്മാതിരി ട്രാഫിക്കാണ് കേട്ടോ. നമുക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് മാറി തന്നാലേ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി വളച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നോക്കട്ടെ, നമുക്ക് മാക്സിമം കയറ്റി പിടിക്കാം. ഞാൻ മാക്സിമം കയറ്റി പിടിക്കുന്നുണ്ട്. ശിവന്മാരൊന്നും നമുക്ക് സൈഡ് തരുന്നില്ല. ഏവനെങ്കിലും ഒരുത്തനൊന്ന് മാറി തന്ന കുറച്ച് പോലും സൈഡ് തരുന്നില്ല ഗൈസ്. അത്രയ്ക്കും മനസ്സാക്ഷി ഇല്ലാത്തവന്മാരാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. നോക്കട്ടെ, ആ ബസ്സുകാരൻ പോയി. ഏതെങ്കിലും ഒരു കാറ് വരുമ്പോൾ നമുക്കങ്ങ് കയറ്റി പിടിക്കാട്ടോ. ചവിട്ടറാടെ എന്താ ഭയം ഗൈസ്, അത്രേ ഉള്ളൂ. എന്തായാലും ഒന്ന് നമുക്ക് റിവേഴ്സ് എടുക്കേണ്ടി വരും കേട്ടോ. കാരണം അമ്മാതിരി മുടുക്കാണ്. ഓക്കെ, എന്തായാലും അത്രയും അടുപ്പിക്കണ്ട. കുറച്ചൊന്ന് റിവേഴ്സ് എടുത്തിട്ട് ലാസ്റ്റ് കുറച്ചുകൂടെ ബാക്ക് പോവാ. ഓക്കെ ഗൈസ്, സെറ്റ്. ഇനി അങ്ങ് ഒടിഞ്ഞ് വന്നോളും, അത്രേ ഉള്ളൂ. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ ഗൈസ്, വരത്തില്ല. അവിടെ പിടിക്കും കേട്ടോ. ലാസ്റ്റ് ഗൈസ്, അങ്ങനെ നമ്മളെ KSRTC മുടുക്ക് റോഡിനകത്ത് ഓടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി ഓളിയ സൈഡൊക്കെ ഹമ്പാന്ന് കേട്ടാ. ഓക്കെ, ഇനി സൂക്ഷിച്ച് ഓടിക്കണം കേട്ടോ, പണിയാവും. ഇനി പ്രശ്നമുള്ള ഏരിയ ആണ്. ഓക്കെ ഗൈസ്, ഇനി ഞാൻ പറഞ്ഞ പോലെ മുടുക്ക് റോഡാണ്. വണ്ടി സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ടെസ്റ്റിന് കൊണ്ടുപോകണ വണ്ടി മൊത്തം സ്ക്രാച്ച് ആവും. അവസാനം അവർ ടെസ്റ്റ് പാസ്സാക്കി വിടത്തില്ല. അങ്ങനത്തെ സീനുണ്ട്. സോ നമുക്ക് നമ്മുടെ വണ്ടി നോക്കി കൊണ്ടുപോവാം. ഓളിയ എന്തൊക്കെയാണ് ഗൈസ് ഇവിടെ നടക്കണേ. ലെറ്റ്സ് ഗോ. നമുക്ക് പതിയെ പോയാൽ മതി, ധൃതിയൊന്നും വേണ്ട. വണ്ടി തട്ടാതെ വണ്ടി നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകണം. ഓക്കെ, അതാണ് നമ്മുടെ പ്രയോറിറ്റി. ലെറ്റ്സ് ഗോ. എൻ്റെ അളിയാ. കയറി സൈഡ് കയറി വാ, അത്രേ ഉള്ളൂ. സേഫാണ് ഗൈസ്, ആരും പേടിക്കണ്ട. നമ്മുടെ വണ്ടി സേഫാണ്. ആ സൈഡ് ഓക്കെ അല്ലേ? ഓക്കെ. ഡ്രൈവർ അത്യാവശ്യം നല്ല ഡ്രൈവറായതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ കുറേ മണൽ മാഫിയൊക്കെ നടക്കുന്നുണ്ട്. പ്രശ്നമാകൂടെ ഗൈസ്. നല്ല മുടുക്ക് റോഡാണ് കേട്ടോ. തട്ടിയാൽ പോയി.
സോ നമുക്ക് നോക്കിയെടുക്കാം. വായോ 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 വായോ. ഓക്കെയാണ് ഓക്കെയാണ്. ഈ മുകളിലത്തെ മറ്റേ സാധനം ഉണ്ടല്ലോ, ഷീറ്റ് കാര്യങ്ങളൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ തട്ടിയിടിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഇടയ്ക്ക് ആരാടാ ഈ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ട് ഇട്ടേക്കണേ? റോഡാണെന്നൊരു ബോധമില്ല കേട്ടോ ആൾക്കാർക്ക്. ലെറ്റ്സ് ഗോ. വണ്ടിയും കൂടെ ഓഫായി പോയി. ഓക്കെ, വായോ 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 വായോ. അത്രേ ഉള്ളൂ, സെറ്റ്. ഇതുപോലെ കുറേ വണ്ടികൾ ഇവിടെ കൊണ്ട് ഇടയിൽ ഒതുക്കിയിട്ടിട്ടുണ്ട് ഗൈസ്. അതാണ് പ്രശ്നം, അല്ലാതെ ഒരു സീനും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് കാലം കൊടുത്ത് പോവാം. ഇതുപോലത്തെ ഗൈസ് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഓടാണ് കേട്ടോ. അതാണ് വേറൊരു പ്രശ്നം. നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കി ഇറക്കിയാലും പ്രശ്നമാണ്. കണ്ട, ടയറങ്ങ് കുഴി കിടക്കും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കയറി വന്നിട്ടുണ്ട് നൈസായിട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതുപോലെ ഒതുക്കിയിട്ടേക്കണ വണ്ടിയൊന്നും കുഴപ്പമില്ല. ചില വണ്ടിയൊക്കെ ആണെങ്കിൽ മൊത്തത്തിലൊക്കെ റോഡിൽ ഇറക്കിയിട്ടേക്കും. അതാണ് പ്രശ്നം. ഒട്ടും വിവരമില്ലാത്ത ആൾക്കാരത് ഈ റോഡിലുള്ള ഗൈസ്, ഈ റോഡ് സൈഡിൽ താമസിക്കുന്നത്. ഓക്കെ, ഇവിടെയൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നോക്കിപ്പോയില്ലെങ്കിൽ വണ്ടി അവിടെ ഇരിക്കും. ഓ, ഏതാ സ്ഥലം ഗൈസ്? പഴയ ഞാനായിരുന്നെങ്കിൽ ഒന്നും നോക്കില്ലായിരുന്നു. ഈ റോഡൊക്കെ നമ്മൾ ഒരു 100-110 ആ റേഞ്ചിലൊക്കെ പോയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ടെസ്റ്റിന് കൊണ്ടുപോകുന്ന വണ്ടി ആയിട്ടാണ് ഇങ്ങനെ നോക്കി പോണേ. ഇവിടെ നമ്മൾ പുറത്തിറങ്ങി നോക്കി ഓടിക്കേണ്ടി വരും. പ്രശ്നമാണ് ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ, വായോ 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 വായോ. ആ സൈഡ് കുഴപ്പമില്ല, ഓക്കെയാണ്. ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ ഗൈസ്. സേഫായിട്ട് നമ്മളെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആവാനാണ് ചാൻസ്. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റാണ്. ഓക്കെ, അടിപൊളിയായിട്ട് ഒടിഞ്ഞ് വന്നിട്ടുണ്ട്. എടാ, ബാക്ക് ടയർ ഓടയിലാവാറായി കേട്ടാ. കുറച്ച് സ്ട്രെയിറ്റ് എടുത്ത് വളയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവേഴ്സ് വന്നാൽ പെട്ടുപോകും കേട്ടോ. അത്രേ ഉള്ളൂ. വായോ 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 വായോ. അത്രേ ഉള്ളൂടാ. പിന്നെ അല്ല, ഇതിനപ്പുറത്തുള്ള സ്ഥലം വരെ നമ്മൾ കയറിയിട്ടുണ്ട്. എന്തുവാടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഹമ്പൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഓടുവന്മാര്. നമ്മൾ ഏതാണ്ട് നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടെ എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളെ ടെസ്റ്റ് പാസ്സാക്കേണ്ട സ്ഥലം. സോ നമ്മൾ കുറച്ച് പതിയെ പോവാം. ഇവിടെ എവിടെയാണ് കേട്ടോ കറക്റ്റ് സ്ഥലം എനിക്കറിയത്തില്ല. പോകുന്ന വഴിക്ക് റൈറ്റ് എങ്ങോട്ടാണെന്നാണ് പറഞ്ഞത്. റോഡ് തീർന്ന സ്ഥലത്ത് നിന്ന് റൈറ്റ് എങ്ങോട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ലെറ്റ്സ് ഗോ. കുറേ നേരത്തിന് ശേഷം ഞാനൊരാളെ കണ്ടു, ഒരു മനുഷ്യനെ കണ്ടു ഇതിൻ്റെ ഇടയ്ക്ക്. ഇത്രയും ദൂരം ഒറ്റ മനുഷ്യന്മാരില്ലായിരുന്നു ഇവിടെ. ഓക്കെ, വീണ്ടും ഒരു മുടുക്ക് റോഡാണ് ഗൈസ്. ഇത് നല്ല മുടുക്ക് റോഡാട്ടോ. പക്ഷെ നമുക്കതൊന്നും വിഷയമല്ല, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇല്ലേ ഗൈസ്? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മാരുതിയാണ് അവിടെ സെന്ന് പോലെ ഇരിക്കുന്ന കേട്ടാ. ഓടോ, റൈറ്റ് സൈഡ് നോക്കിയേ നിങ്ങൾ. ചെറിയ ഗ്യാപ്പിൽ കൂടെ കേട്ടോ നമ്മൾ വണ്ടി കയറ്റുന്നേ. ഓക്കെ, ലെറ്റ്സ് ഗോ. ആടാ, അടിപൊളി ഗൈസ്. ഇതുവഴി നമ്മുടെ ബസ് പോകുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല. പതിയെ പതിയെ എടുക്കാം കേട്ടോ. സ്ലോലിയാണ് നമ്മൾ, പതിയാണ് നമ്മൾ കൊണ്ടുവരണേ. റൈറ്റ് സൈഡ് ഗ്രില്ലും ലെഫ്റ്റ് സൈഡ് വാനുമാണ്. തട്ടാതെ വന്നാൽ മതിയായിരുന്നു. ഒരു സൂചിയുടെ ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ലെറ്റ്സ് ഗോ. അവിടെ നമ്മൾ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്ഥലം ഞാൻ പുറത്തിറങ്ങാണ്ട് നമ്മൾ ഇറക്കും. അതാണ് നമ്മുടെ മിടുക്ക്. ഓക്കെ, നമ്മൾ പുറത്തിറങ്ങത്തില്ല, നമ്മൾ മിറർ നോക്കി കയറ്റും. അത്രേ ഉള്ളൂ. ഈസി ആയിട്ട് നമ്മൾ എടുക്കും. ഈ സ്ഥലമൊക്കെ നമുക്ക് തേർഡ് ഗിയറിൽ പോകേണ്ട സ്പീഡ് കാര്യമുള്ളൂ. ചുമ്മാ നമ്മളിങ്ങനെ അറച്ചറച്ച് പോകണ്ട കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ ചവിട്ടി പോവാം. ഗൈസ്, നമ്മളങ്ങനെ നമ്മളെ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ആണ്. 2 ചേട്ടന്മാർ അവിടെ വെയിറ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് പതിയെ നമ്മുടെ വണ്ടി സ്റ്റാൻഡിൻ്റെ അകത്ത് കയറ്റാം. ലെറ്റ്സ് ഗോ. പുള്ളിക്കാരന്മാർ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടാ. നാളെ ഇത് പത്രത്തിൽ വല്ലതും വരുമെന്ന് അറിയത്തില്ല. നീലക്കുയിലിൻ്റെ വീഡിയോയിലിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ വണ്ടി ഇവിടെ എവിടെയാണ് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്.
നോക്കട്ടെ, സ്പോട്ട് നല്ലൊരു സ്പോട്ട് കാണുമെങ്കിൽ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. നമുക്കിത് ആ വണ്ടിയുടെ ബാക്കിലായിട്ട് പാർക്ക് ചെയ്തിടാം അല്ലേ നമ്മളെ വണ്ടി. ഒട്ടും കുറച്ചിൽ വേണ്ട. ഉള്ളിലോട്ട് വേറെ സ്ഥലം ഉണ്ടോ നോക്കട്ടെ. നമുക്ക് അങ്ങോട്ട് അടിപൊളി സ്ഥലങ്ങൾ വേറെ ഉണ്ടോന്ന് നോക്കാം. നമ്മളെ വണ്ടി അങ്ങനെ ഒറ്റയ്ക്കിടണ്ട. അത് ഇവന്മാരെ കൂട്ടത്തിട. ഈ പച്ചക്കിളിയുടെ കിളിപ്പച്ചക്കിളിയുടെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ വണ്ടി ഇടാം കേട്ടോ. ലെറ്റ്സ് ഗോ ഗയ്സ്. ഫുള്ളടിച്ചോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ വണ്ടി എല്ലാം ടെസ്റ്റിന് വേണ്ടി കിടക്കുന്ന വണ്ടികളാണ്. അത് ടെസ്റ്റ് ഒന്നും അല്ല, എനിക്ക് തോന്നുന്നത് പുതിയ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ വന്നതാണ് തോന്നുന്നുട്ടോ. നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല അവന്മാർക്ക്. ഓക്കെ, നമ്മളെ വണ്ടി അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മളെ വണ്ടി ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വേറൊരു ദിവസം വരുന്നതായിരിക്കും ഗൈസ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വണ്ടിയാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം നമ്മൾ അടുത്ത് വരുമ്പോൾ ആ വണ്ടി കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരും. ഇനി എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഗൈസ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ കയറാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗൈസ്. പിന്നെ ഒരു ദിവസം കാണാം.